ഏതാ സ്ഥലം? എന്താ ഇവിടെ സംഭവിക്കണേ ദൈവമേ? ബൈ. എടപ്പള്ളിയിൽ പോയിട്ട് അവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് പിന്നെ അവിടുന്ന് യൂട്ടേൺ അടിച്ച് വേണം തീരദേശ റോഡ് തിരിക്കാൻ. തീരദേശ റോഡ് വഴി അടുപ്പോയിട്ട് പോകാൻ സാധിക്കുന്ന റോഡാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് കുറച്ച് വൈദ്യുതി പോകാൻ പറ്റുന്നൊരു വഴിയാണ് തീരദേശ റോഡ്. ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ റോഡാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങാനും തീരദേശ റോഡ് കയറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ് എനിക്ക് തോന്നുന്നു. എങ്ങാനും പോലീസുകാരന്മാർ കണ്ടു കഴിഞ്ഞാൽ വള്ളിയാവും. എന്തേലും കാരണം കിട്ടിയാൽ മതി എന്നെ കുറ്റന്മാരെ. നമുക്ക് നല്ല സമയമാണ്. കാറ്റടിച്ചിട്ട് കാറ്റടിച്ചിട്ട് അത് ഏതോ ഒരു പെണ്ണാണ് വണ്ടി ഓടിച്ചത്. പിന്നെ എൻ്റെ ബൈക്കിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ ഭയങ്കര നല്ല അടിപൊളി ഒരു കണ്ടീഷനിലായിരിക്കും. കാരണം ബാക്കിൽ ബ്രേക്ക് ഇല്ല. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഏതാണ്ട് ഒരു 40% ഒക്കെ അതിൻ്റെ അത് കിട്ടുന്നുള്ളൂ ഫ്രണ്ട് ബ്രേക്ക്. പിന്നെ വണ്ടിയുടെ ചെയിൻ സോക്കറ്റ് പോയി കിടക്കുക. ഇപ്പോൾ ഫ്രണ്ട് ബ്രേക്കും മേലാണ് ഈ വണ്ടി കിടന്നുള്ള കളിയല്ല. ആറ്റിറ്റ്യൂഡ് കിങ്ങാണെന്ന് തോന്നുന്നു. കൈയൊക്കെ പുറത്തിട്ട് ഏത് മാസ ആമുഖം വാർത്തകളിച്ച് എൻ്റെ പൊന്നുകൊണ്ടും മുള്ളി നിർത്തുന്നില്ല. ജാതി ബ്ലോക്കാണ്. ഓക്കെ, ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ വണ്ടി നിർത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കഴിവേറെന്തരോന്ന് പറയും. ഭയങ്കര തിരക്കായിരിക്കും ഈ വഴിയല്ലോ, ഭയങ്കര ബ്ലോക്കായിരിക്കും. ഇതുവഴി നമുക്ക് വേണമെങ്കിൽ കയറി അപ്പുറത്തെ സൈഡിൽ പോയി ഇറങ്ങാൻ പറ്റും. പക്ഷേ ആ സൈഡ് പോയി കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്ലോക്കായിരിക്കും. ഇവിടെയും ബ്ലോക്കായിരിക്കും. അതിൽ നല്ലത് ഇവിടെ തന്നെ നിന്നിട്ട് നമുക്ക് എടപ്പള്ളി പിന്നെ ഫ്ലൈ ഓവറിൻ്റെ താഴെ കൂടെ ഉള്ള അവിടുന്ന് ലെഫ്റ്റിലേക്ക് എടുത്ത് റൈറ്റിലേക്ക് പോകാമെന്നുള്ളത്. അതുകൊണ്ട് അവിടെ അത്രയും വലിയ ബ്ലോക്കിൽ കിടക്കുന്നതിനെക്കാട്ടി നല്ല കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് അതുവഴി കയറുന്നതിനെക്കാട്ടി എന്തൊന്നുണ്ടെന്നത് ഇതിൻ്റെ കയറുന്നത്. എൻ്റെ വണ്ടിയുടെ ചെയിൻ സോക്കറ്റ് കിടന്ന് നല്ല കരച്ചിട്ട് കരയുന്നത്. ഈ വണ്ടിയിൽ നിന്ന് ഞാൻ അവിടെ എത്തിയാൽ മതിയായിരുന്നു. നമുക്ക് ഇതേപോലൊരു ദിവസം ഞാൻ പണ്ട് ഹെൽമെറ്റ് വെച്ചിട്ടോ. അപ്പോൾ അങ്ങനൊരു സമയം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ വീട്ടിൽ ഹെൽമെറ്റ് വെക്കാണ്ട് ഒരു ദിവസം എൻ്റെ പട്ടികൾക്ക് ഫുഡ് മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. എനിക്ക് ആകെ ഓർമ്മയുള്ളത് എൻ്റെ കൂട്ടുകാരൻ്റെ ബൈക്കിൻ്റെ താക്കോല് മേടിക്കുന്നു, എനിക്ക് ഇറങ്ങുന്നു. ഈ ബൈക്കിൻ്റെ താക്കോല് ഞാൻ എൻ്റെ വണ്ടിക്ക് എടുത്ത് ആകെ ഓർമ്മയുള്ള കാര്യം മാത്രമല്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് ബോധം വരുന്നത് ഏതാണ്ട് ഒരു കാര്യം ഈ ഷോർട്ട് ടൈം മെമ്മറിയിലൊക്കെ ഏതാ സ്ഥലം? എന്താ ഇവിടെ സംഭവിക്കണേ ദൈവമേ? ഞാൻ ആരോ അയ്യോ
ഈ വഴിയും പോവാം, അപ്പുറത്തെ വഴി കൂടെ പോവാം. എനിക്ക് തോന്നുന്നു അപ്പുറത്തെ വഴി കൂടെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കയറാൻ പോകുന്നതാണ് ഗായ്സ് എൻ്റെ വീട്. എൻ്റെ നടു നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കയറി കഴിയുമ്പോൾ ഒരു മണം അടിക്കും എൻ്റെ സാറേ. ഓ വാവ്, സോ ഗ്രേറ്റ്ഫുൾ. സവാള ആയിരുന്നു, ഞാൻ വിചാരിച്ച ഒരു ഉണ്ടംപൊരി ആയിരിക്കും. അയ്യേ, എന്ത് ഇതൊക്കെ തിന്നാനൊന്നുമില്ലാത്ത വീട്. എന്നതെന്താ എന്താ ഇത്? അമ്പോ, ചിക്കൻ കറി സെറ്റപ്പ് ആണല്ലോ. ഇതിനകത്തല്ല പാല്, അതിലും പാല്. ലസ്സി, യെസ് വി ഗാട്ട് ലസ്സി ഗൈസ്. സോ ഇത്രയുള്ള നമ്മുടെ ആലപ്പുഴ റൈഡ്. ഈ റൂമിൽ ആരോ കയറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ഹലോ 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 ഹലോ. സോ ഇതാണ് ഞാൻ കിടക്കുന്ന എൻ്റെ റൂം. ഇതൊക്കെയാണ് എൻ്റെ റൂമിൽ പ്രത്യേകിച്ച് കാണാനുള്ളത്, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്കെന്തായാലും ഇനി അടുത്തൊരു വട്ടം കാണാം. ബൈ 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 ദ ബൈ ഗൈസ്. തലേക്കൊരു കോലമല്ലേ. ശരി എന്നാ, ബൈ.